ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിഞ്ഞ് മുറ്റത്തേക്ക് ഇറങ്ങിയിട്ട് 3 പേരും കൂടെ ഒരു പാവയ്ക്ക വള്ളിയുടെ ഇടയ്ക്ക് അകപ്പെട്ട് പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങളതിനെ അങ്ങ് പറിച്ചെടുക്കാമെന്ന് വിചാരിച്ചു. ഇന്ന് കൃഷ്ണയ്ക്ക് ഓട്ടം ഇല്ല കേട്ടോ. ഒരു നിഗൂഢ ഉദ്ദേശമുണ്ട് ഈ വഴുതനങ്ങ പറിക്കുന്നതിൻ്റെ പുറകിൽ. ഇന്ന് കാരണം ലഞ്ചിന് വഴുതനങ്ങ തീയിൽ വെക്കാമെന്നാണ് ഞാൻ മനസ്സിൽ പ്ലാൻ ചെയ്തിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ഈ വഴുതനങ്ങ അങ്ങ് പറിച്ചെടുത്തേക്കാവേ. ഈ വഴുതനങ്ങ പറിക്കുന്നതിൻ്റെ ഗ്യാപ്പിൽ നിവാങ്കുഞ്ഞ് പോയി താഴെ നിന്നിരുന്നൊരു പച്ചപ്പയറും കൂടെ പറിച്ചെടുത്തു കേട്ടോ. അങ്ങനെ വഴുതനങ്ങയൊക്കെ പറിച്ചെടുത്തു. 1-2 വെണ്ടയ്ക്ക വെണ്ടച്ചെടിയുടെ ഇടയ്ക്കായിട്ട് നിൽപ്പുണ്ടായിരുന്നു, നമ്മൾ കണ്ടില്ലായിരുന്നേ. അങ്ങനെ അതും കൂടെ പറിച്ചെടുത്തു കേട്ടോ. ഒരു കുഞ്ഞ് സാമ്പാറിനുള്ള വെണ്ടയ്ക്ക പച്ചയ്ക്ക് കഴിക്കാനും നല്ല ടേസ്റ്റാണ് കേട്ടോ. നിവാങ്കുഞ്ഞിൻ്റെ വക പയറും പറിച്ചെടുത്തു. പിന്നെ നമ്മുടെ താമരയുടെ മുട്ട ഇന്ന് കംപ്ലീറ്റ് ആയിട്ട് വിടർന്നു കേട്ടോ. ഇന്ന് രാവിലെ എഴുന്നേറ്റപ്പോൾ ഞാൻ ആദ്യം കണ്ട കണി അതായിരുന്നു. അപ്പം നമുക്ക് വഴുതനങ്ങ തീയിലങ്ങ് ഉണ്ടാക്കിയാലോ. ആദ്യം ഒരു ഫ്രൈ പാൻ വെക്കുക, വെളിച്ചെണ്ണ ഒഴിക്കുക, അതിലേക്ക് നമ്മൾ പറിച്ചെടുത്ത വെണ്ടയ്ക്ക, വഴുതനങ്ങ, കുറച്ച് സവോള, കുറച്ച് തക്കാളി ഇത്ര ഇട്ട് വഴറ്റുക കേട്ടോ. ഇതിന് മുമ്പായിട്ട് നമ്മൾ ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ചത് ഇടണമായിരുന്നേ. കുറച്ച് മതി കേട്ടോ. അത് ഞാൻ ഇടാൻ മറന്നുപോയായിരുന്നു, അത് കാരണം രണ്ടാമത് ആഡ് ചെയ്തു കേട്ടോ. ഇങ്ങനെ ഇട്ടാലും കുഴപ്പമൊന്നുമില്ല. നന്നായിട്ടൊന്ന് വഴറ്റിയിട്ട് ഒന്ന് 2 മിനിറ്റ് അടച്ച് വെച്ച് വേവിച്ചെടുക്കാം കേട്ടോ. ഇനി ഒരു ഫ്രൈ പാനിലേക്ക് കുറച്ച് കറിവേപ്പിലയും തേങ്ങയും കൂടി ഇട്ട് മൂപ്പിച്ചെടുക്കുക കേട്ടോ. അപ്പോഴേക്കും നമ്മുടെ പച്ചക്കറിയൊക്കെ ഇവിടെ വെന്ത് വന്നിട്ടുണ്ട്. ഇനി ഈ തേങ്ങയിലേക്ക് നമുക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി, മുളക് പൊടി, ഗരം മസാല, മല്ലിപ്പൊടിയും കൂടി ഇട്ട് നന്നായിട്ട് പച്ചമണം മാറുന്നത് വരെ ഒന്ന് വഴറ്റിയെടുക്കുക കേട്ടോ. തേങ്ങ നന്നായിട്ട് മൂത്ത് വരുമ്പോൾ നമുക്കിതൊന്ന് വെള്ളം ചേർക്കാതെ അരച്ചെടുക്കുക കേട്ടോ. അരയ്ക്കാനായിട്ട് ഞാൻ കൃഷ്ണനെ ഏൽപ്പിച്ചിട്ട് തറയൊന്ന് തുടയ്ക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. ഇപ്പോൾ ഈച്ചയുടെ ശല്യം ഉള്ളത് കാരണം ഞാൻ എപ്പോഴും തുടയ്ക്കാറുണ്ട്. ഒന്ന് വെള്ളത്തിൽ ലോഷനിലൊന്ന് മുക്കിയിട്ട് ചുമ്മാ ഇങ്ങനെ തുടച്ചു വിടും. അപ്പോൾ നല്ല ക്ലീനായിട്ട് എപ്പോഴും കിടന്നോളുവേ. അപ്പോൾ നമ്മൾ തേങ്ങ വെള്ളം ഒഴിക്കാതെ വേണം കേട്ടോ അരയ്ക്കാൻ. വെള്ളം ഒഴിക്കാതെ അരച്ചു വരുമ്പം ഈ തേങ്ങയിൽ എണ്ണ തെളിഞ്ഞ് വരും, എങ്കിലാണ് നമ്മുടെ തീയലിന് നല്ല ടേസ്റ്റ് ഉണ്ടാവുകയുള്ളേ. അപ്പോൾ ആ തേങ്ങ ഇവിടെ നല്ല പേസ്റ്റ് പോലെ അരച്ചെടുത്തിട്ടുണ്ട്. ഇനി ഈ അരച്ച തേങ്ങയുടെ അരപ്പ് നമ്മുടെ പച്ചക്കറികളിലേക്ക് ചേർത്ത് കൊടുക്കുക. എന്നിട്ട് കടുക് വറുത്ത് ഇടുക. കടുക് വറുക്കാനായിട്ട് വെളിച്ചെണ്ണ ഒഴിക്കുക, കടുക് പൊട്ടിക്കുക, കറിവേപ്പില ഇടുക, ചുവന്നുള്ളി ഇടുക. 2 വറ്റൽമുളകും കൂടി ഇടുവാണെങ്കിൽ ഒരു ഭംഗിയുണ്ട് കേട്ടോ. അത് ഭംഗി മാത്രമല്ല, നമുക്ക് ഈ ചാറിനകത്ത് ഇങ്ങനെ മുക്കി ഞെക്കി പിഴിഞ്ഞ വറ്റൽമുളക് ചോറിനകത്ത് ഞെരടി കഴിക്കാനായിട്ട് നല്ല ടേസ്റ്റാണ് കേട്ടോ. ഇതാ നമ്മുടെ വഴുതനങ്ങ തീയിൽ റെഡി ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇഷ്ടപ്പെട്ടാലൊന്ന് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. നമുക്ക് അടുത്ത വ്ലോഗിൽ വീണ്ടും കാണാം. ബൈ.